കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പോ നമ്മുടെ ഉമാ മഹേശ്വര സംവാദം തുടരുന്നു. അതായത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു തൻ്റെ തത്തയിലൂടെ രാമചരിതം പറയാൻ ആരംഭിക്കുകയാണ്. അത് നമ്മുടെ അധ്യാത്മ രാമായണം ശരിക്ക് വ്യാസനാൽ എഴുതപ്പെട്ടുള്ള ഗ്രന്ഥത്തിന്റെ അഡോപ്ഷൻ ആണല്ലോ ഇവിടെ എഴുത്തച്ഛൻ എടുത്തിരിക്കുന്നത്. അത് ഒരു കിളിയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അപ്പം ഇവിടെ വന്ദ്യന്മാരെ എല്ലാം വന്ദിച്ചതിന് ശേഷം ശ്രീരാമ തത്വകഥ ആഖ്യാനം ചെയ്യാൻ ആരംഭിക്കുകയാണ്. പറയുകയുണ്ടായി, അവിടെ കൈലാസ പർവ്വതത്തിന് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ രത്നപീഠത്തിൽ സവിഷ്ടം ഇരിക്കുന്ന പരമേശ്വരനോട് വളരെയധികം ഭക്തിയോടെ പാർവതി ദേവി ചോദിച്ചു പോൽ, ഞാൻ അങ്ങയെ ഒരു ശരണം പ്രാപിക്കുകയാണ്. ഒരു ആത്യന്തികം രഹസ്യമായിരിക്കുന്ന ശ്രീരാമ ചരിതം എനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തന്നാലും ഭക്തി രൂപത്തില് തന്നെ സമീപിക്കുന്ന ആർക്കും അങ്ങ് തത്വോപദേശം നൽകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് എന്നുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തി എന്താ ചോദിക്കുന്നത്. ഭക്തന്മാർക്കു ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പും, ആകയാൽ ഞാനുണ്ടൊന്ന് നീന്തിരുവടി തന്നോട്, അതുകൊണ്ട് ഞാൻ അങ്ങയോട്, ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഞാൻ അങ്ങയോട്, നീന്തിരുവടിയോട്, ഇവിടെ പതി എന്ന രൂപത്തിലല്ല കാണുന്നത്, ഭർത്താവ് എന്ന രൂപത്തിലല്ല കാണുന്നത്, ഗുരു ശിഷ്യഭാവത്തിലാണ് ചോദിക്കുന്നത്. എന്താണ് അത്? ചില വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീന്തിരുവടി തന്നോട് ആകാംക്ഷയോടെ, അല്ലെ, ആങ്ഷൈറ്റി, ജിജ്ഞാസയോടെയാണ് ചോദിക്കുന്നത്. നമുക്ക് അറിയാനുള്ള ആ വാഞ്ചയുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇച്ഛയുണ്ടായിരിക്കും, അല്ലെ, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. ആരോട് ചോദിച്ചാൽ വ്യക്തമായ മറുപടി കിട്ടും. അതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കുള്ളിലൊരു ആങ്ഷൈറ്റി ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്, നീന്തിരുവടി തന്നോട് ആകാംക്ഷ പരവചേതസ, ആകാംക്ഷയുള്ള മനസ്സോടുകൂടിയവളായിട്ട് ചോദിക്കുന്നു, അങ്ങയോട് ചോദിക്കുകയാണ് എന്നുള്ളത്. ഇനി എന്താണ്, ഇനി എനിക്ക് അതിന് എന്താണ് എന്നോട് എനിക്കുള്ള യോഗ്യത പറയുന്നത്? എന്താ പറയുന്നത്? കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ, താങ്കൾക്ക് എന്നോട് കാരുണ്യം എന്ന ആ ഒരു ഇമോഷൻ, ഒരു വികാരം ഉണ്ടെങ്കിൽ, അല്ലെ, ഭർത്താവ് എന്ന രൂപത്തിലോ ഗുരു എന്ന രൂപത്തിലോ നിങ്ങൾ കാരുണ്യം ചോദിച്ചു വരുന്നവർക്ക് കാരുണ്യം ധാരാളം വാരിക്കോരി കൊടുക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നോട് നിങ്ങൾക്ക് കാരുണ്യമുണ്ടെങ്കിൽ, കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യണം? ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. പറഞ്ഞതാണ്, ശ്രീരാമൻ എന്ന ദേവന്റെ തത്വം ഉപദേശിച്ചു തരണം. മനസ്സിലായല്ലോ? ദേവഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ട, ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട, പൂർണ്ണ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട രാമചരിതം താങ്കൾ എനിക്ക് ഇപ്പോൾ ഉപദേശിച്ചു തരണം. ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. കാരണം ഭക്തിയുള്ളവർക്ക് മാത്രമേ താങ്കൾ ഉപദേശം ചെയ്യൂ എന്ന് ഞാൻ കേൾപ്പൂ എന്ന് പറഞ്ഞു നിർത്തിയത് കൊണ്ട് എനിക്ക് ശ്രീരാമന്റെ തത്വം ഒന്ന് ഉപദേശിച്ചു തരണം എന്ന് പരമേശ്വരനോട് പ്രിയ പാർവതി ചോദിക്കുന്നു. ഇനി എന്താ പറയുന്നത്? തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദികൾ, ഭക്തി ലക്ഷണം സാഖ്യയോഗ വേദാദികളും എന്തൊക്കെയാ എനിക്ക് ഉപദേശിച്ചു തരേണ്ടത്? തത്വഭേദങ്ങളെല്ലാം ആത്യന്തികമായ തത്വം എനിക്ക് ഉപദേശിച്ചു തരണം. ആത്യന്തികമായ തത്വം ഉപദേശിച്ചു തരാൻ ആർക്കേ പറ്റൂ? ഗുരുനാഥന്മാർക്ക് മാത്രമേ പറ്റൂ, അല്ലേ? അപ്പം
നമുക്ക് എല്ലാവരോടും ചോദിച്ചാൽ സത്യോപദേശം കിട്ടില്ല. അത് ഉപദേശിച്ചു തരാൻ ഇന്ന് യോഗ്യരായിട്ടുള്ളത് ഗുരുനാഥന്മാർ മാത്രമേ ഉള്ളൂ, അല്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഇരുട്ടിനെ നീക്കി തരുന്ന വ്യക്തി എന്നാണ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത്. അന്ധകാരത്തെ നീക്കി തരുന്നവനാണല്ലോ ഗുരു. അപ്പം അതുകൊണ്ട് ഒരു തത്വത്തെ കുറിച്ച് ശാസ്ത്രങ്ങൾ കുറെ ഭേദങ്ങൾ ഉണ്ടെങ്കിലും, അല്ലേ, തത്വവേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദികള്. അപ്പൊ ഇവിടെ നമുക്ക് വിജ്ഞാനം, ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാന വൈരാഗ്യാദികൾ, അല്ലേ? അപ്പം നമുക്ക് ഈ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? നമ്മുടെ മലയാളത്തിലെ വൈരാഗ്യമല്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗതം രാഗം എന്നുള്ളതാണ്. രാഗം വിട്ടിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഇമോഷണൽ ആസ്പെക്റ്റ് ഒഴിവാക്കിയിട്ടുള്ള, രാഗാദികൾ ഒഴിവാക്കിയിട്ടുള്ള ആ ജ്ഞാനതത്വം, ജ്ഞാനതലത്തിലേക്ക് എത്തിക്കുന്ന ജ്ഞാനതത്വം, അല്ലേ? അപ്പോ ഇവിടെ സാധാരണ അജ്ഞാനം, ജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെ വ്യാഖ്യാനമുണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത മൂഢനാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയുന്നവനാണ്. വിജ്ഞാനി എന്ന് പറഞ്ഞാൽ സർവം അറിയുന്നവനാണ്, അല്ലേ? എന്ന് പറയുന്ന അർത്ഥം, ഒരു വ്യക്തി പാല് എന്നൊരു വസ്തു കണ്ടിട്ടില്ലായിരിക്കാം, അയാൾ പാല് എന്ന വിഷയത്തെ സംബന്ധിച്ച അജ്ഞാനിയാണ്. എന്നാൽ വേറൊരാള് പാല് കണ്ടിട്ടുണ്ട്, അയാൾ ജ്ഞാനിയാണ്, ദ്രാവക രൂപത്തിലാണ്, വെളുത്തതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും സാമാന്യം. അപ്പൊ അയാൾക്ക് പാലിനെ കുറിച്ച് അല്പം ജ്ഞാനമുണ്ട്. എന്നാൽ അയാൾ വിജ്ഞാനിയാണോ? അയാൾ വിജ്ഞാനിയല്ല. പിന്നെ ആരാ വിജ്ഞാനി? പാല് കാണുകയും പാലിനെ കുറിച്ച് എല്ലാം അനുഭവിച്ചറിഞ്ഞവൻ, പാല് കുടിച്ചവൻ, അയാള് പാല് കുടിച്ചറിഞ്ഞവനാണ്, അവനാണ് വിജ്ഞാനി. അപ്പോ അജ്ഞാനിയെ ജ്ഞാനതലത്തിലൂടെ വിജ്ഞാനതലത്തിൽ എത്തിക്കുന്ന, എത്തിക്കുക എന്നതാണ് ഗുരു പരമ്പരയുടെ ലക്ഷ്യം തന്നെ. അപ്പം ഇവിടെ പറഞ്ഞു അതിലൊക്കെ ഭേദങ്ങളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പല ഒരേ രീതിയിലല്ല, നോട്ട് ഇൻ ദ സെയിം വേ ബട്ട് ഡിഫറെന്റ്, പല വ്യത്യസ്ത രീതിയിലാണ് പറയുക, അല്ലെ? എല്ലാ ഗുരുനാഥന്മാരും ഒരുപോലെയാണോ? അല്ല. അപ്പൊ അവിടെ പറയുന്നു വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദികളെല്ലാം ഭക്തി ലക്ഷണം. അത് അപ്പൊ എനിക്ക് എന്താണ് അൾട്ടിമേറ്റ് നോളജ് അതെനിക്ക് പറഞ്ഞു തരണം. പിന്നെ അതുപോലെ എന്താണ് ഡിസ്പാഷൻ അതെനിക്ക് പറഞ്ഞു തരണം, വൈരാഗ്യം. പിന്നെ ഭക്തി ലക്ഷണം, ഒരു ഭക്തിന് വേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരണം. നമ്മളിപ്പോ കാണുന്നതൊന്നും ഭക്തി ലക്ഷണം അല്ല, അല്ലേ? രാവിലെ നീച്ച് കുറെ കുളി കുളിച്ച് കുറെ ചന്ദനാദികളൊക്കെ പൂശി 24 മണിക്കൂർ അമ്പലത്തിൽ വസിക്കുന്നവൻ ശരിക്കും ഭക്തനാണോ? നമുക്ക് അത് പറയാൻ പറ്റില്ല. അവിടെ ഭക്തിശാസ്ത്രമൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മുടെ ഭാഗവത്തിലെ തന്നെ പറയുന്നുണ്ടല്ലോ, നവതാ ഭക്തി, ശ്രവണം, മനനം, കീർത്തനം, അല്ലെ? ശ്രവണം, മനനം, വിഷ്ണു സ്മരണം, ഭക്തനം, മർച്ചനം, വന്ദനം, സഖ്യം, ആത്മനിവേദനം എന്നൊക്കെ പറയുന്ന നവതാ ഭക്തിക്ക് 9 രൂപയൊക്കെ ഭാഗവത്തിൽ വ്യക്തമായി വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രകടനം. അപ്പം ഭക്തി, അതൊക്കെയാണ് ഭക്തി ലക്ഷണം എന്ന് പറയുന്നത്. നവതാ ഭക്തി എന്ന് പറയുന്നതിന് ഒരു വിഷയമാണ്, ഒരു 3 മണിക്കൂർ പറയാനുള്ളതാണ്. അത് ഇവിടെ പറയുന്ന ഭക്തി ലക്ഷണം, അതാണ് ഭക്തി ലക്ഷണം എന്നുള്ളത്. അതേമാതിരി നാരദന്റെ ഭക്തി സൂത്രത്തില് ഭക്തനാര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആണ് ഇവിടെ പറയുന്നത്. അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് ഭർത്താവിനോട്. ഭക്തി ലക്ഷണം. പിന്നെ എന്താ? സാംഖ്യയോഗ വേദാദികളും, അല്ലേ? ഇവിടെ സാംഖ്യ ദർശനം, അതുപോലെ യോഗ, ഇങ്ങനെ 2 ഇത് വരുന്നുണ്ടല്ലോ. നമ്മുടെ ഈ സാംഖ്യം എന്ന് പറയുന്ന ശരിക്ക് കപിലന്റെ, അപ്പം അദ്ദേഹത്തിന്റെ ചുരുക്കി പറഞ്ഞാല് സാംഖ്യയോഗത്തിൽ പരാമർശിക്കപ്പെടുന്നത് എന്താണ്? കപില ഋഷി പറയുന്നത് പ്രകൃതി പുരുഷ സംയോഗമാണ് സൃഷ്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സൃഷ്ടിയെല്ലാം തന്നെ പ്രകൃതിയും പുരുഷനും സംയോജിച്ചുണ്ടായതാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ. എന്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതാണ് സാംഖ്യയോഗ ദർശനം എന്നൊക്കെ പറയുന്നത്. ചുരുക്കി 1 മിനിറ്റാണ്. പിന്നെ മണിക്കൂറുകളെടുത്തും വ്യാഖ്യാനിക്കാവുന്ന വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ യോഗശാസ്ത്രം,
അത് പതഞ്ജലി ഋഷിയുടെയാണ്. അത് വരുന്ന കാര്യങ്ങൾ യോഗശാസ്ത്രങ്ങളൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല, എങ്കിലും അതൊക്കെ എനിക്ക് പറഞ്ഞു തരണം. വാട്ട് ഈസ് യോഗ എന്നുള്ളത്, അതുപോലെ വാട്ട് ഈസ് സാഖ്യ, എന്താണ് പറഞ്ഞു തരേണ്ട സാഖ്യ യോഗ ദർശനങ്ങൾ, അതും ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ, ഭക്തിലക്ഷണം സാഖ്യ യോഗ വേദാദികളും, അതുകൊണ്ട് മതിയോ? പോരാ. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ, ഈ രാമ കഥയൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതും കൂടി മനസ്സിലാക്കാം. എന്താ, ക്ഷേത്രോ ഉപാസ അല്ലെ, ക്ഷേത്രോപാസന, ക്ഷേത്രോപവാസം അല്ലെ, ക്ഷേത്ര ഉപവാസത്തിന്റെ ബലം എന്താണ്? ചിലരൊക്കെ എന്നും വിവേകാനന്ദ തന്നെ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ബോൺ ഇൻ ടെമ്പിൾ ബട്ട് നോട്ട് ഡൈ ഇൻ ടെമ്പിൾ. നിങ്ങൾ അമ്പലത്തിൽ ജനിക്കണം, പക്ഷെ അമ്പലത്തിൽ കിടന്ന് മരിക്കരുത് എന്ന്. ചില അമ്പലത്തിൽ തന്നെ ജനിക്കുന്ന, അമ്പലത്തിൽ തന്നെ കിടന്ന് മരിക്കുന്നത്. അങ്ങനെയല്ല. ഈ ക്ഷേത്രത്തില് ഉപവസിച്ച, അല്ലെങ്കിൽ ക്ഷേത്രത്തില് ചെന്ന് ദർശനം നടത്തിയാലും അതൊരു താപസാണ്, അല്ലെങ്കിൽ അതൊരു ക്ഷേത്രോപവാസ ബലം, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ബലങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ക്ഷേത്രം എന്താണ്? ക്ഷേത്രായ രീതി ക്ഷേത്രം എന്നൊക്കെ നമ്മളെ ഇതിൽ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. പക്ഷെ ക്ഷേത്രം എന്താണെന്ന് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ അങ്ങനെ നിലകൊള്ളുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതല്ല, അതിൻ്റെ നമ്മളിലേക്ക് ലയിക്കപ്പെടുന്നതിനെയാണ് ശരിക്കും ക്ഷേത്രം വാസഫലം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അതൊന്നുകൂടെ വ്യാഖ്യാനിക്കാൻ സമയമില്ല. അപ്പം ഭക്തി ലക്ഷണം, പിന്നെന്താണ്, യാഗാദി കർമ്മങ്ങൾ. പണ്ടൊക്കെ യാഗങ്ങളായിരുന്നല്ലോ അല്ലെ, ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുത്രകാമേഷ്ടി യാഗം, അങ്ങനെയൊക്കെ കുറെ യാഗം. ഇപ്പൊ ശ്രീരാമന്റെ കാലത്ത് സാധാരണ യാഗങ്ങളായിരുന്നു. അപ്പം പിന്നെയാണ് ക്ഷേത്ര കർമ്മങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ യാഗാദി കർമ്മബലം, പിന്നെ എന്താ, തീർത്ഥ സ്നാനാദി ബലം. പലവിധ തീർത്ഥ സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കാറുണ്ട് അല്ലെ. ഗംഗോത്രി, യമുനോത്രി മുതലായ പല പുണ്യ തീർത്ഥങ്ങളിൽ പോയി മുങ്ങി കുളിച്ചാൽ ചെയ്ത പാപങ്ങളെല്ലാം തീരും എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിന് ബലം എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് ഉപദേശിക്കുന്നത് അല്ലേ. ഇപ്പോ ചോദിക്കുന്നത് പാർവതിയാണെങ്കിലും കേൾക്കുന്നത് നമ്മളാണല്ലോ. അല്ലെങ്കിൽ പാർവതിക്ക് ശിവൻ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മളും വെറുതെ ഫ്രീ ആയിട്ട് കേൾക്കുക. അപ്പൊ ക്ഷേത്രോപാസന കൊണ്ട് എന്താണ് കാര്യം? തീർത്ഥ സ്ഥലങ്ങളിൽ പോയി നിമജ്ജനം ചെയ്താൽ എന്താണ് ഫലം? അതുമാതിരി യാഗാദി കർമ്മം ബലം ചെയ്താൽ എന്താണ് ബലം? പിന്നെ തീർത്ഥ സ്നാനാദി ബലം, ദാനധർമാദി ബലം അല്ലെ. പിന്നെ നമുക്ക് കേൾക്കാതിരിക്കണ്ട, അല്ല കേൾക്കണ്ടെന്ന് വിചാരിക്കുന്നതായിരിക്കും. ദാനം ചെയ്യുക അല്ലെ, സക്കാത്ത് നൽകുക. അപ്പം ദാനം ചെയ്താലുള്ള അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അമ്പലത്തിനും സമൂഹത്തിനും ഒക്കെ ഒരുപാട് ദാനം ചെയ്യുന്നവരുണ്ട്. ദാനം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ വിധിയുണ്ട്. അപ്പം ദാനധർമാദി ബലം, പിന്നെ വർണ്ണധർമ്മങ്ങള്, വർണ്ണാസം അല്ലെ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഗീതയിൽ പറഞ്ഞില്ലേ. ചാതുർവർണ്ണ്യം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ നമുക്കറിയാം. അതില് പറയുന്ന വൈശ്യൻ, ബ്രാഹ്മണൻ, ശൂദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്ന വർണ്ണാശ്രമങ്ങള് ഗുണകർമ്മ ചിരസോട് അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പം വർണ്ണധർമ്മങ്ങള്, ചാതുർവർണ്ണ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ പറഞ്ഞു തരണം. പിന്നെന്താ പറയുന്നത്, പുനരാശ്രമധർമ്മങ്ങളും. എന്തൊക്കെ വിഷയങ്ങളാ പാർവതി ആവശ്യപ്പെടുന്നത്. പലവിധ ആശ്രമങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ്, ഗാർഹസ്ഥ്യം അല്ലെ, ബ്രഹ്മചര്യം തുടങ്ങിയിട്ട് ആദ്യം തുടങ്ങുന്നത് ബ്രഹ്മവിദ്യ പഠിക്കാനുള്ള സമം. അതാണ് സാധാരണ ആശ്രമ വ്യവസ്ഥയിൽ ആദ്യം വരുന്നത്, ബ്രഹ്മചര്യം അല്ലെ. പിന്നെയോ ഗാർഹസ്ഥ്യം, പിന്നെയോ വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ഇങ്ങനെയുള്ള 4 ആശ്രമാദികള് ഏതേത് ആശ്രമത്തിലൂടെ ഏതൊക്കെ നമുക്ക് ലഭിക്കണം എന്നുള്ള ആശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒഴിയാതെ ഒന്നും ഒഴിവാക്കാൻ പാടില്ല. സിലബസിലൊക്കെ പെടുത്തണം. കംപ്ലീറ്റ് സിലബസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതായത് രാമചരിതം പറയുമ്പോൾ രാമന്റെ കഥ മാത്രമല്ല ആണോ നമ്മൾ കേൾക്കുന്നത്? അല്ല, എന്താണ് ആശ്രമ വ്യവസ്ഥകളെല്ലാം തന്നെ. അതുപോലെ ചാതുർവർണ്ണങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് സാധാരണ ഇപ്പൊ ദുർവ്യാഖ്യാനമൊക്കെ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് എല്ലാം എന്നോട് ഒഴിവാവ് അങ്ങ് പറഞ്ഞു തരണം, ഒന്നൊഴിയാതെ വണ്ണം നീന്തിരുവടി അരുൾ ചെയ്തു കേട്ടതും അതെല്ലാം ഉപദേശിച്ചു തരണം എന്നാണ് പാർവതി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മൊത്തം എന്നെ ഒന്ന് ഉപദേശിച്ചു തരണം
എന്ന് ആവശ്യപ്പെടുകയാണ്. കംപ്ലീറ്റ് യോഗശാസ്ത്രങ്ങളും ഷഡ്ദർശനങ്ങളും അല്ലെ 6 ദർശനങ്ങളും ഷഡ്ദർശനത്തിൽ പെട്ടതാണ് സാഖ്യയോഗം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ എല്ലാം എനിക്ക് ഉപദേശിച്ചു തരണം. ആൾ അൾട്ടിമേറ്റ് നോളേജ് എനിക്ക് ഉപദേശിച്ചു തരണം. എല്ലാ ആത്യന്തികമായ അറിവിന്റെ തലത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം ഇല്ലേ. അതുപോലെ ഓരോരോ വ്യവസ്ഥകള് ജീവിതക്രമത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഇവിടെ നോക്കൂ, പാർവതി കേവലം രാമന്റെ ചരിതം മാത്രം അങ്ങ് പറഞ്ഞു തരണം എന്നല്ല ആവശ്യപ്പെടുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അതവിടെ വ്യക്തമാക്കി തരണം എന്നാണ് ഒരു ഭക്തി രൂപത്തിൽ തികഞ്ഞ ഭക്തിയോടെ തന്റെ പ്രിയ ഭർത്താവിനോട്, അല്ല ഇവിടെ ഗുരു രൂപത്തിലിരിക്കുന്ന തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, ശിഷ്യരൂപത്തിലിരിക്കുന്ന പാർവതി. അപ്പൊ രാമകഥ ആരാർക്കാണ് ഉപദേശിക്കുന്നത്? അധ്യാത്മരാമായണത്തില് രാമകഥ ആരംഭിക്കുന്നത് പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ്.